കാൽവിൻ പെർഫ്യൂംസിൻ്റെ 52ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു സോഫ്റ്റ് പെർഫ്യൂം. കുറേ ഹാർഡ് പെർഫ്യൂംസ് എല്ലാം നമ്മൾ പരിചയപ്പെട്ടു. ഒരു സോഫ്റ്റ് പെർഫ്യൂം. ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോയിൽ ഒരു സോഫ്റ്റ് പെർഫ്യൂം പരിചയപ്പെടുത്തിയായിരുന്നു, ജാഗ്വാറിൻ്റെ ബ്ലാക്ക് ക്ലാസിക്. അതിനോടൊരു സാമ്യമുള്ളൊരു പെർഫ്യൂമാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. മോൺ പ്ലാങ്കിൻ്റെ ലെജൻഡ് എന്ന് പറയുന്ന ഒരു പെർഫ്യൂം. ഈ മോൺ പ്ലാങ്ക് എന്ന് പറയുന്ന ഒരു കമ്പനി ആക്ച്വലി അതൊരു ജർമ്മൻ കമ്പനിയാണ്. ഏതാണ്ട് 90ൻ്റെ ആരംഭ കാലഘട്ടത്തിൽ തുടങ്ങിയ ഒരു കമ്പനിയാണ്. അവരുടെ മെയിൻ പ്രോഡക്റ്റ് ആദ്യ കാലഘട്ടത്തിൽ പെന്ന്, റൈറ്റിംഗ് എക്യുപ്മെൻറ്റ്സ്, ഇതൊക്കെയായിരുന്നു അവരുടെ ആദ്യകാല പ്രോഡക്റ്റുകൾ. ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ മോൺ പ്ലാങ്കിൻ്റെ ഒരു പേന ഒരു സ്വപ്നമായിരുന്നു. കാരണം അതൊന്നും ഒരു സാധാരണക്കാരനെ വാങ്ങിക്കാൻ പറ്റുന്നൊരു സാധനമല്ല. അപ്പം അങ്ങനത്തെ കാര്യങ്ങളാണല്ലോ നമ്മൾ സ്വപ്നത്തിൽ മേടിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. ഡ്രീം ചെയ്യുന്നൊരു ഐറ്റമായിരുന്നു മോൺ ബ്ലാങ്കിൻ്റെ ഒരു പെന്ന്. അന്ന് എനിക്ക് തോന്നുന്ന ഒരു 10,000 രൂപ 15,000 രൂപയൊക്കെ അന്ന് വിലയുണ്ടായിരുന്നു. ഞാനീ പറയുന്നത് 80s കാര്യം പറയുന്നത്. ആ സമയത്ത് അത്രയും വിലയുള്ളൊരു പ്രോഡക്റ്റായിരുന്നു മോൺ ബ്ലാങ്കിൻ്റെ പെന്ന്. 2006 അത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഒരു ജർമ്മൻ കമ്പനിയാണ് കേട്ടോ. അവർ പിന്നീട് അതിൻ്റെ ഡൈവേഴ്സിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. ലെതർ ഐറ്റംസ്, ജ്വല്ലറി ഐറ്റംസ്. ഇപ്പം മോൺ ബ്ലാങ്കിൻ്റെ വാച്ചസ് എല്ലാവർക്കും പരിചിതമാണ്. പിന്നീട് അവരുടെ ഫ്രാഗ്രൻസ് ഫീൽഡിലേക്കും സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അവരുടെ ഒരു പ്രോഡക്റ്റാണ്, ഒരു സിഗ്നേച്ചർ പ്രോഡക്റ്റാണ് മോൺ ബ്ലാങ്കിൻ്റെ ലെജൻഡ് എന്ന് പറഞ്ഞ് ഇറക്കിയിരിക്കുന്നത്. ലെജൻഡ് ഒരു സീരീസ് തന്നെയാണ് കേട്ടോ. ആക്ച്വലി ഒരു സിംഗിൾ പ്രോഡക്റ്റ് അല്ല, സീരീസ്. എനിക്ക് തോന്നുന്ന ഒരു 4-5 പ്രോഡക്റ്റ് ലെജൻഡ് എന്നുള്ള പേരിൽ തന്നെ അവർ ഇറക്കിയിട്ടുണ്ട്. അവരുടെ ആദ്യത്തെ ആ ബ്ലാക്ക് കളറിലുള്ള ബോട്ടിൽ, അതാണ് മോൺ ബ്ലാങ്ക് ലെജൻഡ് എന്ന് പറഞ്ഞിറങ്ങിയത്. പിന്നെ ഇറക്കിയേക്കണ അതിനെല്ലാം എൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. വൈറ്റ് കളർ ബോട്ടിൽ സ്പിരിറ്റ്, ലെജൻഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാണ്. പിന്നെ ബ്ലൂ കളർ ബോട്ടിലുള്ളതുണ്ട്, റെഡ് കളർ ബോട്ടിലുണ്ട്, പിന്നെ ഒരു ഗ്രേ കളറിൽ ബോട്ടിലുണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു 5 മറ്റേ അവൈലബിൾ ആണ്. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്ന അവരുടെ ബേസ് സിഗ്നേച്ചർ പെർഫ്യൂം ആയിട്ടുള്ള ആ ബ്ലാക്ക് കളർ ബോട്ടിലുള്ള മോൺ ബ്ലാങ്ക് ലെജൻഡിനെയാണ്. ഒരു സോഫ്റ്റ് പെർഫ്യൂം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏത് ഒക്കേഷനിൽ ഉപയോഗിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഒക്കേഷനിലും ഉപയോഗിക്കാം. നമുക്ക് ഓഫീസ് പെർഫ്യൂമായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും, പാർട്ടി വെയർ ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും, നമുക്ക് എന്ത് പർപ്പസിന് ഉപയോഗിക്കാം. പക്ഷെ ഒരു ഔട്ട്ഡോർ ആക്ടിവിറ്റിക്ക് സൂട്ടബിൾ അല്ല കേട്ടോ. കാരണം നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ ഹോട്ട് വെതറിന് അതൊരു സൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അല്ല. ഇതൊരു ഇൻഡോർ മീൻസ് AC ആംബിയൻസിലൊക്കെ കിട്ടുന്ന പെർഫ്യൂമാണ്. നന്നായിട്ട് ഓഫീസ് പെർഫ്യൂമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ് ആയിട്ട് പോകുന്ന ഒരു പെർഫ്യൂമാണ്. നന്നായിട്ട് ലാസ്റ്റിംഗ് ഉണ്ട്. സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒഴുകി പോകുന്നൊരു പെർഫ്യൂം സ്മെല്ലാണ് അതിനകത്ത് വരുന്നത്. നമുക്ക് ആദ്യമേ തന്നെ അടിക്കുമ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന ഒരു ലാവൻഡർ ബേസ്ഡ് ആയിട്ടുള്ളൊരു സ്മെല്ലും, പിന്നെ ഒരു ബർഗാമോട്ട്, ഒരു പൈനാപ്പിൾ നോട്ട്സ്, ചെറുനാരങ്ങയുടെയൊക്കെ ഒരു സ്മെല്ലോടുകൂടിയാണ് ഈ പെർഫ്യൂം ആദ്യമേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിനൊരു മസ്കുലിൻ പെർഫ്യൂമായിട്ടാണ് എല്ലാവരും പറയുന്നത്. കാരണം ഈ ഒരു നോട്ട്സിന് കുറച്ച് കഴിയുമ്പോൾ ചേഞ്ച് ആവും. അതൊരു സെറ്റിലാവുന്നത് ഈ ഒരു മസ്കുലിൻ നോട്ട്സിലാണ്. സാൻഡൽവുഡ്, ടോങ്ക ബീൻ, മസ്കുലിൻ നോട്ട്സിലാണ് വന്ന് സെറ്റിലാവുന്നത്. ഈ ഒരു പെർഫ്യൂം എല്ലാവരും ലേഡീസിന് കൂടുതൽ ഇഷ്ടം ഉള്ള പെർഫ്യൂമാണെന്നാണ് പറയുന്നത്. അമേരിക്കയിലെ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന ഒരു പെർഫ്യൂമാണ് ഈ മോൺ ബ്ലാങ്ക് ലെജൻഡ് എന്ന് പറയുന്ന പെർഫ്യൂം. നമുക്കിത് ശരിക്കും എൻജോയ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന പെർഫ്യൂമാണ്. കാരണം ഒരു മസ്കുലിൻ നോട്ട്സിൽ വന്നാണ് ഇത് നിൽക്കുന്നത്. ഈ മസ്കുലിൻ നോട്ട്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേഡീസിന് കൂടുതൽ ഇഷ്ടമുള്ളൊരു നോട്ട്സാണ് മസ്കുലിൻ നോട്ട്സ്. അതിൽ വന്ന് നിൽക്കുന്ന ഒരു പെർഫ്യൂം ആയത് കാരണം ഇത് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. നമുക്കതിന് അതിൻ്റെ പ്രത്യേക വൈബാണ്, ഒരു സ്മൂത്ത് വൈബാണ്. നമുക്കിത് ആദ്യം കുറച്ച് നേരത്തേക്ക് നമുക്കതിൻ്റെ ഒരു ഫീല് കിട്ടുള്ളൂ കേട്ടോ. കാരണം ഇത് സ്മൂത്ത് പെർഫ്യൂംസ് ഒക്കെ എപ്പോഴും അങ്ങനെയാണ്. നമുക്കതിൻ്റെ മണം കൃത്യമായിട്ട് ഒരു കുറച്ച് നേരത്തേക്കേ കിട്ടുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നോസിൽ നിന്ന് ആ മണം ഔട്ടായി പോകും. പക്ഷെ മണം അവിടെ ഉണ്ടാവും. മറ്റുള്ളവർക്ക് അതിൻ്റെ മണം കറക്റ്റായിട്ട് കിട്ടും. പിന്നെ കേരള ഒരു ആംബിയൻസിൽ എപ്പോഴും പെർഫ്യൂംസ് അടിക്കുമ്പോഴത്തേക്കും ഒരു 6-7 സ്പ്രേയെങ്കിലും അടിക്കണം കേട്ടോ. കാരണം എന്നാലാണ് നമുക്ക് ഇവിടുത്തെ ആംബിയൻസിൽ ഇങ്ങനത്തെ സ്മൂത്ത് പെർഫ്യൂംസ്, സോഫ്റ്റ് പെർഫ്യൂംസിനൊക്കെ ഒരു ലാസ്റ്റിങ് കിട്ടുള്ളൂ. ഒരു 4-5 hours എന്തായാലും നമുക്ക് ഓഫീസ് ആംബിയൻസിൽ കിട്ടിക്കോളും. ഉച്ചയ്ക്ക് ഒന്നും കൂടി ടോപ്പപ്പ് ചെയ്യേണ്ടി വരും. വൈകുന്നേരം വരെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഒന്നും കൂടി ടോപ്പപ്പ് ചെയ്യണം. ഈ പെർഫ്യൂമിൻ്റെ ബ്രാൻഡ് അംബാസഡർ ഫ്രഞ്ച് ഫുട്ബോൾ ലെജൻഡ് സിഡാനാണ്. ഈ ലോകത്തിലേക്ക് ഈ പെർഫ്യൂമിനെ പരിചയപ്പെടുത്തി തന്നത് തന്നെ.
അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. ഫുട്ബോൾ ലവേഴ്സിന് ഈ പെർഫ്യൂം ഭയങ്കര ഹരമാണ്. ഈ പെർഫ്യൂം പോലെ തന്നെ ഉള്ള ഇതൊരു സിമിലാരിറ്റി പലരും പറയുന്ന ഒരു ഇതാണെന്ന് വെച്ചാൽ ഇതിനൊരു നമ്മുടെ അമേരിക്കൻ പെർഫ്യൂമായിട്ടുള്ള ഏബർക്രോംബി ഫിയേഴ്സുമായിട്ടൊരു സാമ്യമുണ്ട് ഈ പെർഫ്യൂമിന്. അതൊരു നെഗറ്റീവ് ആളുകൾ പറയുന്നതാണ്. കാരണം അതിൻ്റെ ഒരു എന്താ പറയുക ഇൻസ്പയർഡ് ആയിട്ട് തന്നെ ഇവർ ചെയ്തേക്കുന്നതാണെന്നൊരു നെഗറ്റീവ് കമൻറ്റ്സ് പറയാറുണ്ട്. പക്ഷേ എന്തായാലും നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് അതിമനോഹരമായ ഒരു പ്രൊഡക്റ്റാണ്. ഏബർക്രോംബി ഫിയേഴ്സ് എന്ന് പറയുന്ന പെർഫ്യൂമും സൂപ്പർ പെർഫ്യൂമാണ്. അതിനെ കോപ്പി എടുത്തിരിക്കുന്നതാണെങ്കിൽ ഡിറ്റോ കോപ്പി അല്ല, അതിൽ നിന്നും ഒരു ഇൻസ്പയർ ചെയ്ത് വന്നിരിക്കുന്ന ഒരു പെർഫ്യൂം. അതാണ് അവർ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ അത് രണ്ടും നല്ല സൂപ്പർ പെർഫ്യൂമാണ്, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പെർഫ്യൂമാണ്. ഇതെല്ലാം നമ്മുടെ ഷോപ്പിലുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, വാങ്ങിക്കാം. ഇനി അടുത്ത വീഡിയോയിൽ പുതിയ പെർഫ്യൂം പരിചയപ്പെടുന്നവരെ എല്ലാവർക്കും